നിങ്ങളുടെ മുന്നിലിരിക്കുന്ന രണ്ടും ഒരേ bs6 മോഡൽ സ്പ്ലെൻഡേഴ്സ്. അതിനത് യൂറോ 1 സൈലൻസറാണ്. കേൾക്കാം. ഈ വണ്ടി ഇങ്ങനെ ആക്കിയാൽ പോലീസ് പിടിക്കുമോ? സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് TV Motomotives യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാൻ എനിക്ക് എടുക്കാൻ പറ്റിയൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന രണ്ടും ഒരേ bs6 മോഡൽ സ്പ്ലെൻഡേഴ്സാണ്. നിങ്ങൾ കാണുവാണെങ്കിൽ നല്ലപോലെ മനസ്സിലാവും. ഇതും bs6 തന്നെയാണ്, ഇതും bs6 ആണ്. വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് എക്സ്ട്രാ കാണേ ഉള്ളൂ. അതിൻ്റെ മീറ്ററിൻ്റെ ചേഞ്ചസേ ഉള്ളൂ. ബാക്കി വേസസിൽ രണ്ട് വണ്ടിയും ഒരേ വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയെക്കാട്ടിലും ഈ വണ്ടിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പം എന്നാ വേണ്ടേ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പ്യുവർ സ്റ്റോക്ക് വണ്ടിയാണ്. വണ്ടിയിൽ എന്നാ പറയുന്നത്, സാരി കാർഡ് പോലെ അയച്ച് കളഞ്ഞിട്ടില്ല ഒരു സാധനം. ജസ്റ്റ് ഒരു RX-ൻ്റെ മിറർ വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു സർപ്രൈസ് ഇരിപ്പുണ്ടെന്ന് അപ്പുറത്ത് മുമ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പം ആ വണ്ടിയിൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ടോട്ടലി മോഡിഫൈഡ്, ഫുൾ ലുക്ക് ചേഞ്ച് ചെയ്ത ഒരു വണ്ടി, പക്കാ ഒരുമായിട്ട് മോഡിഫൈ ചെയ്ത ഒരു സ്പ്ലെൻഡർ. സോ അപ്പം ഇത് രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോകാം. സോ ഗൈസ്, ഏറ്റവും മെയിൻ കാര്യം ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നത്, രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവും. രണ്ട് വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് നമ്മുടെ മോഡിഫൈഡ് സ്പ്ലെൻഡർ അത്യാവശ്യം നല്ല പൊക്ക വ്യത്യാസമുണ്ട്. 2.5 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് വണ്ടിയാണ്. ആൻഡ് നമ്മുടെ മോഡിഫൈഡ് സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടിൽ ഒരു NS 200 ഡിസ്ക് സെറ്റ് ഫുള്ളി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ വേറെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും അലോയിലാണ് വരുന്നത്. ഈ വണ്ടിയിൽ അലോയിൽ തന്നെയായിരുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. ആക്ച്വലി ഈ വണ്ടി ഫുൾ അനൈവിലായിരുന്നു കേട്ടോ, നമ്മൾ ഇങ്ങനെ ആക്കിയതാണ്. ആൻഡ് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വണ്ടി പ്രത്യേകിച്ച് ആക്സറീസ് ഒന്നുമില്ല. ആക്സറീസ് സ്പേസിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മോഡിഫൈഡ് സ്പ്ലെൻഡറിൽ ഒത്തിരി സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്നാ പറയുന്നത്, ചെറിയൊരു ക്ലിപ്പ് പോലെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്നാന്നുള്ളത്. പക്ക എന്നാ പറയണ്ടേ, ഫുൾ ചേഞ്ച് ഓവറാണ് ഈ രണ്ട് വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫുൾ റിവ്യൂ ആൻഡ് ഇതുവരെ എങ്ങനെ എത്തി, എന്തൊക്കെ നമ്മൾ ചെയ്തെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ വേറെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ സൗണ്ട് വ്യത്യാസം ഞാൻ കേൾപ്പിക്കാം. ആക്ച്വലി അവിടെയാണ് ട്വിസ്റ്റ്. ഈ വണ്ടിയാണ് ആക്ച്വലി സ്റ്റോക്ക് എക്സോസ്റ്റ്. ഇതിനകത്തിരിക്കുന്നത് യൂറോ 1 സൈലൻസറാണ്. അതൊരു വല്ലാത്ത ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. തിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ, ആക്ച്വലി അത് സ്റ്റോക്ക് എക്സോസ്റ്റാണ്. അതൊരു ഫൺ ഫാക്ടർ തന്നെയാണ്. അപ്പം സൗണ്ട് കേൾക്കുമ്പം സ്റ്റോക്ക് അതിലും മോഡിഫൈഡിൻ്റെ ഒച്ച ഇതിലും കേൾപ്പിക്കാം. ഇച്ചിരി കൺഫ്യൂഷനാണ്, എന്നാലും കുഴപ്പമില്ല, ഞാനത് കേൾപ്പിച്ചു തരാം. അപ്പം സംഭവം കണ്ടല്ലോ, വണ്ടിയുടെ ലുക്ക് ചേഞ്ച് ഓവർ ഒരു രക്ഷയില്ല. പക്ഷേ ഇതൊരു ഭീകര ട്വിസ്റ്റായി പോയി. എന്നാൽ ആദ്യം നമുക്ക് ഈ യൂറോ 1 കയറ്റിയ കേൾക്കാം. വണ്ടി അത്യാവശ്യം ലൗഡാണ്, അതുകൊണ്ട് നമ്മൾ അധികം കൈ കൊടുക്കുന്നില്ല, കാരണം നാട്ടുകാർ ഓടിച്ചു വിടും. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ മോഡിഫൈഡ് വണ്ടിയുടെ സ്റ്റോക്ക് സൈലൻസർ ട്രാക്കർ ഓൺ ചെയ്തു. ആൻഡ് സൈലൻ്റാണ് വണ്ടി. ഉദ്ദേശിക്കുന്ന അത്ര വലിയ ലൗഡായിട്ടുള്ള ഒച്ചയോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഉണ്ടല്ലോ, ലുക്ക് വൈസ് ആണ് വണ്ടി ഫുള്ളി മോഡിഫൈഡ്. സൗണ്ട് വൈസ് വണ്ടി പക്ക പ്യുവർ സ്റ്റോക്കാണ്. സോ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ വണ്ടി ഇങ്ങനെ ആക്കിയാൽ പോലീസ് പിടിക്കുമോ? അതിപ്പം എന്നാ പറയണ്ടേ, പിടിക്കേണ്ടവരാണെങ്കിൽ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോലും പിടിക്കും. കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഞാൻ പറയുന്നത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റി ആക്ച്വലി സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ ഇറക്കി വരുന്ന വണ്ടി എല്ലാം മോഡിഫൈഡാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മോഡിഫിക്കേഷൻ ഒരു ക്രൈം അല്ല, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഈ വണ്ടി നോക്കുവാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ശബ്ദമോ ബഹളമോ ഒന്നുമില്ല. വണ്ടി ചെറിയൊരു ലുക്ക് മാറി, ആക്ച്വലി ബ്രേക്ക് അപ്ഗ്രേഡ്സ് ആയി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിനൊന്നും പിടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു സൈഡിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിതൊന്നും പണ്ട് കാര്യമില്ല, പോലീസുകാർ പിടിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സ്റ്റോക്ക് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കണ്ടല്ലോ. അപ്പം ആക്ച്വലി രണ്ട് വണ്ടി മോഡിഫൈഡ് ആണ്, പക്ഷേ ഇത് സ്റ്റോക്കിൽ സൈലൻസർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പക്ക പ്യുവർ സ്റ്റോക്കാണ്. അപ്പം ഇതാണ് ഒരു ചെറിയ വീഡിയോ, വലുതായിട്ട് വലിയ കണ്ടൻസോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ സംശയം. പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ സാധ്യത കിട്ടത്തില്ല, ഞാൻ അത് കളയുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട് സംഭവം കമ്പാരിസൺ? അപ്പം വണ്ടികളെ പറ്റിയുള്ള അഭിപ്രായം ഇടുക. ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക, സ്റ്റോക്ക് ഓർ മോഡിഫൈഡ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വെരി സ്പെഷ്യൽ സൈനിങ് ഓഫ് ഫ്രം TV Motomotives.